തിരുവനന്തപുരം ചെമ്പകശ്ശേരിയിൽ വീട്ടിൽ കയറി രാവിലെ സ്ത്രീയെ വെടിവെച്ച് കൊറിയർ നൽകാനുണ്ടെന്ന വ്യാജേനെ മുഖമറച്ചെത്തിയ സ്ത്രീയാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരിയായ ഷിനിയെ വെടിവെച്ചത്. കൈക്ക് പരിക്കേറ്റ ഷിനി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. വ്യാജ നമ്പർ പ്ലേറ്റ് വെച്ച വാഹനത്തിൽ എത്തിയായിരുന്നു ഈ ആക്രമണം. അക്രമങ്ങളെത്തിയ കാറിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. സ്റ്റെഫിനാണ് വിവരങ്ങളുമായി. സ്റ്റെഫിൻ, രാവിലെ തന്നെ ഈ കാറിന്റെ നമ്പർ നമ്മൾ കണ്ടെത്തിയതാണ്. ആ നമ്പറിൽ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ഈ വാഹനമല്ല, മറ്റൊരു സ്വിഫ്റ്റ് കാറിന്റെ നമ്പറാണ് അത് എന്ന് വ്യക്തമായിരുന്നു. അവർ ആ വാഹനം വിറ്റതുമാണ്. ഇത് മറ്റൊരു കാറാണ് അവിടെ എത്തിയത് എന്ന് അവിടുത്തെ സമീപവാസികൾ പറയുന്നുമുണ്ടായിരുന്നു. എന്തെല്ലാം വിവരങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയും ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുമ്പോൾ? രതീഷ്, ഏതായാലും ഒരു നിർണായക ഘട്ടത്തിലേക്ക് അന്വേഷണം എത്തുന്നു എന്നുള്ളതാണ് ഏറെ പ്രത്യേകതയുള്ള കാര്യം. കാരണം ഇപ്പോൾ പോലീസ് ഏതായാലും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ കാർ കേന്ദ്രീകരിച്ചാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കാറിലാണ് ഈ പ്രതി എത്തിയത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ തന്നെ കൃത്യമായി തന്നെ സമയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 8:17 സമയത്തോടു കൂടിയാണ് ആ കാറ് ഷിനിയുടെ വീടിന് സമീപത്തേക്ക് എത്തുന്നത്. അതിനുശേഷം ഈ വെടി ഉതിർത്ത ആ ശ്രമത്തിന് ശേഷം 8:30 അവിടെ നിന്നും മടങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ സിൽവർ നിറത്തിലുള്ള സെലേറിയോ കാറ് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടന്നു വരുന്നത്. പക്ഷേ ഈ കാറ് അവിടെ നിന്നും ഇറങ്ങി, ആ ഇടറോഡിൽ നിന്നും ഇറങ്ങി പ്രധാന വഴിയിൽ ഇറങ്ങിയതിനു ശേഷം ഈ കാർ എങ്ങോട്ട് പോയി എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു വിവരം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ലഭ്യമായിട്ടില്ല. അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടത്തിവരുന്നത്. ഒപ്പം തന്നെ ആസൂത്രിതമായിട്ടായിരുന്നു ഈ ഒരു അറ്റംപ്റ്റ് നടത്തിയത് എന്നുള്ള കാര്യം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഇനി വിശദമായി ഷീനയുടെ മൊബൈൽ ഫോൺ രേഖകളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരിക്കും പോലീസ് തുടരുക. ശരി, വളരെ നിർണായകമായ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് ആ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്റ്റെഫിനാണ് ആ വിവരങ്ങൾ നൽകിയത്.